പോക്കും മാത്രമാണ്. പിന്നെ എവിടെയാണ് ആ ബന്ധത്തിൽ ഇപ്പോ സിപിഎം പറയുന്നത് വളരെ ശക്തമായി നിങ്ങളുടെ തീവ്രവാദം ഉന്നയിക്കുന്നുണ്ട്, നിങ്ങൾ ഒരു മത രാഷ്ട്രീയം ഉന്നയിക്കുന്നവരാണെന്ന് പറയുന്നത് ശക്തമായി വെൽഫെയർ പാർട്ടി എതിർക്കുന്നു. എവിടെയാണ് ആ ബന്ധം? ആ ബന്ധം വഷളാകുന്നതിന് വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കാരണങ്ങളുണ്ട്. അതൊന്ന്, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ദേശീയ രാഷ്ട്രീയം മുൻനിർത്തി വെൽഫെയർ പാർട്ടി സ്വീകരിച്ച നിലപാട് കേരളത്തിൽ പ്രതിഫലിച്ചു. അത് റിസൾട്ട് ഉണ്ടാക്കി. യഥാർത്ഥത്തിൽ LDF ഗവൺമെന്റിനെതിരെയോ CPM-നെതിരെയുള്ള ക്യാമ്പയിൻ അല്ല ഞങ്ങൾ നടത്തിയത്. ഞങ്ങളുടെ ക്യാമ്പയിൻ വളരെ കൃത്യതയുണ്ടായിരുന്നു. ഫാഷിസത്തിനെതിരെയുള്ള ക്യാമ്പയിനാണ് ഞങ്ങൾ നടത്തിയത്. ആ ഒരു ക്യാമ്പയിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് LDF-ന്റെ വോട്ട് ബാങ്കിൽ നിന്ന് വരെ ചോർച്ചയുണ്ടായി. കാരണം ഫാഷിസത്തിനെതിരായ കേരളത്തിൻ്റെ പൊതുബോധം വളരെ കൃത്യതയോടുകൂടി UDF-ന് അനുകൂലമായി പ്രവർത്തിച്ചു. അതിലേക്ക് ആ ഒരു ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യാൻ ഞങ്ങൾ കൃത്യമായി ഫാഷിസത്തെയും ഫാഷിസ വിരുദ്ധ പോരാട്ടത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും കേരളത്തിലെ വോട്ടർമാരെ ബോധ്യപ്പെടുത്തി. അതിന് റിസൾട്ട് ഉണ്ടായി. ഈ റിസൾട്ടാണ് ഒന്നാമതായിട്ട് CPM-നെ പ്രകോപിപ്പിച്ചത്. രണ്ടാമതായിട്ട് ഈ ഗവൺമെന്റിന്റെ നിലപാട് ഞങ്ങൾ വളരെ സൂക്ഷ്മമായിട്ട് പ്രത്യയശാസ്ത്രപരമായിട്ട് കൂടി ഞങ്ങളിത് വിശകലനം ചെയ്തിട്ടുണ്ട്. ഒന്ന്, കോർപ്പറേറ്റ് ചങ്ങാത്തം. രണ്ടാമത്, കേരളത്തിലെ പോലീസ് നയം, അത് സംഘപരിവാറിന് അനുകൂലമായ നിലപാട്. പലപ്പോഴും മൈനോറിറ്റി വിരുദ്ധമായി ഇവർ സ്വീകരിക്കുന്ന നിലപാട്. ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് അവരുടേതായ രാഷ്ട്രീയമായ അല്ലെങ്കിൽ CPM-ന്റെയോ CPI-യുടെയോ ഒക്കെ രാഷ്ട്രീയമായ നിലപാടിൽ നിന്നോ അതല്ലെങ്കിൽ ഒരു മന്ത്രിസഭയുടെ ഒരു കൂട്ടുത്തരവാദിത്വത്തിൽ നിന്നോ അതുമല്ലെങ്കിൽ ആ LDF എന്ന് പറയുന്ന ഒരു ഘടകത്തിന്റെ കൂട്ടുത്തരവാദിത്വത്തിൽ നിന്നോ രൂപപ്പെട്ടു വരാത്ത ഒരു കോർപ്പറേറ്റ് ചങ്ങാത്തത്തോടുകൂടി കുറച്ചൊക്കെ ഒരു മൃദു ഹിന്ദുത്വ നിലപാടോടുകൂടി ഉദ്യോഗസ്ഥന്മാരുമായിട്ടുള്ള കേവലം ഒരു മുഖ്യമന്ത്രിയുടേതായ ഒരു ഏകാധിപത്യ പ്രവണതയോടുകൂടിയുള്ള ഒരു ഭരണ നിർവഹണമാണ് കേരളത്തിൽ നടന്നത്. ആ ഒരു ഭരണ നിർവഹണത്തെ അതിസൂക്ഷ്മമായി ഞങ്ങൾ വിശകലനം ചെയ്തിട്ടുണ്ട്, കേരളീയ സമൂഹത്തിൽ ചോദ്യം ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും പലപ്പോഴും അവർ തന്നെ പറയുന്ന ഒരു ആരോപണം, വെൽഫെയർ പാർട്ടി കാര്യങ്ങൾ ഉന്നയിക്കുന്നു, കൃത്യമായി പൊളിറ്റിക്കലായിട്ട് ഉന്നയിക്കുന്നു, അവരെ അസ്വസ്ഥപ്പെടുത്താറുണ്ട്. സാമ്പത്തിക സംവരണം എന്ന് അവർ പറഞ്ഞപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ സവർണ സംവരണം എന്ന് ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ സവർണ സംവരണം എന്നതും സാമ്പത്തിക സംവരണം തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. സവർണ സംവരണം എന്നത് ആ ഒരു പ്രശ്നത്തെ, ഇന്ത്യയിലെ ഒരു സോഷ്യൽ ഓർഡറിനെ കൃത്യമായി അഡ്രസ് ചെയ്യുന്ന വാക്കാണ്. അത് പിന്നീട് നിങ്ങളടക്കം എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. സാമ്പത്തിക സംവരണം എന്ന് പറയുമ്പോൾ ദാരിദ്ര്യത്തോടുള്ള അനുഭാവം അത് അനുകൂലമാക്കി എടുത്ത് ഇവിടുത്തെ സോഷ്യൽ ഓർഡറിൽ ഒരു എഞ്ചിനീയറിംഗ് അസാധ്യമാക്കുകയാണ് LDF ചെയ്യുന്നത്. അതാണ് ഞങ്ങൾ വളരെ ആഴമുള്ള ഇടപെടൽ നടത്തി ഞങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, സ്ലോഗൻസ് ഒക്കെ ഇവരെ അസ്വസ്ഥപ്പെടുത്തുന്നു. അതുകൊണ്ട് ഞങ്ങളോട് ഒരു ശത്രുതാപരമായ സമീപനം സ്വീകരിക്കുന്നു. പക്ഷേ വെൽഫെയർ പാർട്ടിക്ക് അവരോട് ശത്രുതാപരമായ സമീപനം ഉണ്ടായതല്ല. ഇത് LDF ഇപ്പോൾ ഭരിക്കുകയായതുകൊണ്ട് ഒരു പ്രതിപക്ഷത്തിന്റെ റോൾ ഞങ്ങൾ എടുക്കുന്നു എന്നുള്ളൂ. കഴിഞ്ഞ UDF-ന്റെ കാലത്ത് ശ്രദ്ധിച്ചാൽ അറിയാം, സെക്രട്ടേറിയറ്റിൽ CPM-നെക്കാട്ടിലും വലിയ പ്രക്ഷോഭം നടത്തിയ ഒരു പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി. പ്രത്യേകിച്ചും ഭൂസമരങ്ങൾ UDF കാലത്ത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാകുമ്പോൾ ശക്തമായ പ്രക്ഷോഭം ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പം അതിന്റെ വികാരം ഒരു CPM വിരുദ്ധമാവുക എന്നുള്ളതല്ല, പകരം ഭരണകൂടത്ത് ജനവിരുദ്ധ നിലപാടുകളെ തിരുത്തുക എന്നതാണ്. ഇതാണ് യഥാർത്ഥത്തിൽ അവരെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. സഖ്യമല്ല എന്ന് വളരെ ക്ലിയർ ആണല്ലോ. UDF ഒരു ഘടകകക്ഷിയാണോ? വെൽഫെയർ പാർട്ടി അല്ലല്ലോ. മാത്രമല്ല UDF-ന്റെ ഒരു ഘടകകക്ഷിയായിട്ട് ഞങ്ങൾ പോവില്ലല്ലോ, പങ്കെടുക്കൂലല്ലോ. കാരണം ഞങ്ങളുടെ ഒരു പൊളിറ്റിക്സ് ഉണ്ട്. കാരണം ഞങ്ങൾക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർലമെന്റ് ഇലക്ഷനിലും ഞങ്ങൾ എടുത്ത നിലപാടുകൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഞങ്ങളുടെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചിട്ടാണ് നിലപാട് സ്വീകരിക്കുന്നത്. അല്ലാതെ LDF UDF ഞങ്ങൾക്ക് ഈ രണ്ട് മുന്നണിയിലും ചേരാൻ കഴിയുന്ന സാഹചര്യമല്ലേ ഉള്ളത്. കാരണം ഞങ്ങൾക്കൊരു പൊളിറ്റിക്സ് ഉണ്ട്. ഞങ്ങളൊരു ഓൾട്ടർനേറ്റീവ് പൊളിറ്റിക്സ് പ്രതിനിധീകരിക്കുന്നവരാണ്. ഇന്ത്യയിലെ സാമൂഹ്യ വ്യവസ്ഥയെ, ജാതി വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ഇന്ത്യൻ ഫാഷിസം വേരൂന്നിയ ഇന്ത്യയിലെ ആ ഒരു സോഷ്യൽ ഓർഡറിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നവരാണ് ഞങ്ങൾ സോഷ്യൽ ഇക്വാലിറ്റിയെക്കുറിച്ചും സോഷ്യൽ ജസ്റ്റിസിനെ കുറിച്ചും ഫ്രെറ്റേണിറ്റിയെക്കുറിച്ചും പറയുന്നത് കൃത്യമായിട്ടാണ്. അപ്പോൾ ഇവിടെയുള്ള അസമത്വത്തിന്റെ ഒരു സാമൂഹ്യ ക്രമത്തെ, ഒരു സോഷ്യൽ എഞ്ചിനീയറിങ്ങും സോഷ്യൽ ചേഞ്ചും ലക്ഷ്യം വെച്ചിട്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഞങ്ങൾക്കൊരിക്കലും തന്നെ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗമാകാൻ കഴിയില്ല. ഞങ്ങൾ അതിന്റെ ഭാഗമാവില്ല. ഞങ്ങൾ ലോക്കൽ ബോഡി ഇലക്ഷൻ എന്ന് പറയുന്നത് വേറൊരു കോണ്ടസ്റ്റിലാണ് നമ്മൾ അതിനെ സമീപിക്കുന്നത്. ഒരിക്കലും ഞങ്ങൾ അതിന്റെ ഭാഗമല്ല, ഞങ്ങൾ സഖ്യമല്ല.
തെരഞ്ഞെടുപ്പിൽ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കേന്ദ്രീകൃത സ്വഭാവമുണ്ട്. UDF ഘടകകക്ഷിയോടൊപ്പം UDF-ന്റെ ഒരു ഘടകകക്ഷിക്ക് സമാനമായ രീതിയിൽ തന്നെ വെൽഫെയർ പാർട്ടി മത്സരിക്കുന്നത് എന്നുള്ളത് അതൊരു പ്രാദേശിക നീക്കമൊക്കെ മാത്രമാണ് കഴിയുന്നത്. അത് യഥാർത്ഥത്തിൽ പ്രകടനങ്ങൾ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ ധാരാളമായിട്ട് കാണാം. വളരെ ഒരു തടസ്സവുമില്ലാതെ നടന്നിട്ടാണ്. തൊട്ടടുത്ത് കുട്ടിലങ്ങാടിയിൽ വരെ നടന്നിട്ടുണ്ട്. CPM-ന് ഒരു അസ്വസ്ഥത ഉണ്ടായിട്ടില്ലല്ലോ, ആർക്കും ഒരു അസ്വസ്ഥത ഉണ്ടായിട്ടില്ല. ഇപ്പൊ നിങ്ങൾ പശ്ചിമ ബംഗാളിൽ വന്നാൽ കാണാം, വെൽഫെയർ പാർട്ടിയും കോൺഗ്രസും CPM-ഉം കേന്ദ്ര ഗവൺമെന്റിനെതിരെയും ബംഗാൾ ഗവൺമെന്റിനെതിരെയും ഒന്നിച്ചാണ് സമരം നടത്തുന്നത്. അങ്ങനെ ഒരു പ്രശ്നമല്ല. വേറെ സംസ്ഥാനങ്ങളുണ്ട്, കർണാടകയിലുണ്ട്, എവിടെയൊരു പ്രശ്നവും. പ്രശ്നം എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ മുമ്പിൽ നിർത്തി എന്തോ ഒരു ഭയവും തങ്ങളുടെ ഇമേജ് നഷ്ടത്തെ കവർ ചെയ്യാനും കൂടി CPM ചെയ്യുന്ന ഒരു തന്ത്രമാണത്. പക്ഷെ കുറച്ച് അപകടകരമായ രീതിയാണ് അവർ സ്വീകരിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഈ തെരഞ്ഞെടുപ്പിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഓരോ വാർഡുകളും നിർണായകമാവും. ഒരുപക്ഷെ ഒരു അംഗത്തിന്റെയോ രണ്ടംഗത്തിന്റെയൊക്കെ ബലത്തിൽ ഒരു പഞ്ചായത്ത് ഭരിക്കുന്ന സാഹചര്യം ഉണ്ടാവും. വെൽഫെയർ പാർട്ടി ഇപ്പോൾ സ്ഥാനാർത്ഥിയാവുമ്പോൾ തന്നെ കോൺഗ്രസിലെ പല നേതാക്കളും പലതരത്തിലുള്ള അഭിപ്രായങ്ങളാണ് പറയുന്നത്. എങ്ങനെ അതുപോലെ ഒരു മുന്നണിയുമായി സഹകരിച്ചുകൊണ്ട് ഇനിയുള്ള 5 വർഷം ഈ ഒരു പഞ്ചായത്ത് ലോക്കൽ കൂടി പ്രസിഡൻഷിപ്പിലേക്ക് പോകണമെങ്കിൽ പിന്തുണയൊക്കെ 5 വർഷം പോകണമെങ്കിൽ ഇത്തരം പ്രസ്താവനകൾ വരുമ്പോൾ എങ്ങനെ പോകാൻ കഴിയും 5 വർഷം? അതൊരു പ്രശ്നമുള്ള കാര്യമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല. കാരണം ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഇപ്പോൾ ഒരു വാർഡിൽ വിജയിച്ചു, അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിൽ 2 വാർഡുണ്ടായി, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ 2 വാർഡുണ്ടായി. ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ആ വാർഡുകളിലാണ്. ഞങ്ങളുടെ വാർഡുകൾ തന്നെയാണ് ഞങ്ങളുടെ മോഡൽ. നേരത്തെ ഇത് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് LDF ആയിട്ട് ധാരണയിലെത്തുമ്പോൾ പലയിടത്തും CPM പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. മലബാർ മേഖലയിലേക്ക് വരുമ്പോൾ LDF-മായുള്ള സഖ്യത്തിൽ CPIക്ക് ഞങ്ങളുമായിട്ടുള്ള നീക്കുപോക്ക്, സഖ്യമെന്ന് അന്നും പറയണ്ട, നീക്കുപോക്കിൽ വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ഇഞ്ചക്ഷനോ തുന്നലോ വിശ്രമമോ ആവശ്യമില്ലാത്ത അത്യാധുനിക തിമിര ശസ്ത്രക്രിയ, കാട്രാക്ട്, റെറ്റിന, ഗ്ലോക്കോമ തുടങ്ങിയ സമ്പൂർണ്ണ നേത്ര ചികിത്സ IT's കണ്ണാശുപത്രി, കിഴക്കേത്തല, മലപ്പുറം. അർഹമായ ക്ഷേമ പദ്ധതികൾ അതൊന്നും ചോരാതെ എത്തിച്ചു കൊടുക്കുകയും എന്നിട്ടും അവിടുത്തെ വികസനം പൂർത്തിയാകുന്നില്ലെങ്കിൽ നമ്മുടെ മറ്റ് സോഴ്സുകളൊക്കെ ഉപയോഗിച്ച് ആ വാർഡിനെ ഏറ്റവും നല്ലൊരു വാർഡാക്കി, ഒരു ക്ഷേമ വാർഡാക്കി മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അപ്പം ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് വാർഡിലാണ്. അല്ലാതെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനപ്പുറത്ത് വേറെ ഒരുപാട് അജണ്ടകളുമായിട്ടല്ല, ഒരുപാട് സ്ഥാനമാനങ്ങളുമായിട്ടല്ല ഞങ്ങൾ ഇറങ്ങിത്തിരിക്കുന്നത്. നല്ല കുറച്ച് വാർഡുകൾ വെൽഫെയർ പാർട്ടിക്ക് ഇവിടെ മോഡലായിട്ട് സ്ഥാപിക്കും. അത്രേ ഞങ്ങൾക്ക് ഇപ്പോൾ ബാധ്യതയുള്ളൂ. 9 വർഷമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അത്രയും ഇപ്പോൾ ബാധ്യതയുള്ളൂ. ഭരണസമിതി 5 വർഷം നിലനിർത്താനുള്ള ബാധ്യത ആ മുന്നണിയിൽ മത്സരിക്കുന്ന അല്ലെങ്കിൽ മുന്നണിയുടെ പിന്തുണയോടെ മത്സരിക്കുന്ന നമ്മുടെ സ്ഥാനാർത്ഥികൾക്ക് ഉണ്ടാവേണ്ടേ? അത് ഉണ്ടാവുമല്ലോ. അതുണ്ടാവേണ്ടത് അതൊരു എഗ്രിമെന്റ് പോലെയാണല്ലോ. നീക്കുപോക്ക് ആരുമായിട്ടാവാം. നമ്മൾ വിചാരിക്കേണ്ട എല്ലായിടത്തും UDF ആരുമായിട്ടാവാം. അങ്ങനെ നീക്കുപോക്ക് ആരുമായിട്ടാണോ അവരുമായിട്ട് തീർച്ചയായിട്ടും നമുക്കൊരു എഗ്രിമെന്റ് ഉണ്ടാവും. പക്ഷെ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഉയർത്തുന്ന രാഷ്ട്രീയത്തെ അടിയറവ് പറഞ്ഞുകൊണ്ടുള്ളതല്ല ആ നീക്കുപോക്ക്. നമ്മൾ ഉയർത്തുന്ന രാഷ്ട്രീയത്തെ സ്ഥാപിച്ചെടുത്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ 5 വർഷം ആ ഭരണം നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. ഈ വെൽഫെയർ പാർട്ടി മത്സരിച്ച് കുറച്ച് വാർഡുകൾ പിടിക്കുക, ജയിക്കുക എന്നതാണ് രാഷ്ട്രീയം എന്ന് വിശ്വസിക്കുന്നത്. വെൽഫെയർ പാർട്ടി യഥാർത്ഥത്തിൽ ഭരിക്കുക അതേപോലെ തന്നെ ചെയ്യിക്കുക എന്നതിനല്ല ഊന്നൽ നൽകുന്നത്. അതിൻ്റെ അടിസ്ഥാന ലക്ഷ്യം തന്നെ വെൽഫെയർ സ്റ്റേറ്റ് എന്നാണ്. അപ്പോൾ ഒരു ക്ഷേമമുള്ള വാർഡ്, ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു കാര്യമാണോ അത്? ക്ഷേമമുള്ള വാർഡ്, ക്ഷേമമുള്ള നാട്, രാജ്യം തന്നെ ഒരു വെൽഫെയർ രാജ്യമായി മാറുക. ഇത് തീർത്തും ജനപക്ഷത്തു നിന്നുള്ളൊരു പൊളിറ്റിക്സാണ്. ജനപക്ഷത്തു നിന്നുള്ള പൊളിറ്റിക്സിന് ജനങ്ങൾക്ക് ക്ഷേമം ഉറപ്പുവരുത്താൻ പവർ പൊളിറ്റിക്സ് അനിവാര്യമായതുകൊണ്ട് അത് ലിങ്ക് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഒരു ഉദ്ദേശവും നമ്മുടെ ഒരു കൺസെപ്റ്റും അങ്ങനെയാണ്. അതാണ് ഞാൻ പലപ്പോഴും സൂചിപ്പിക്കുന്നത്. വെൽഫെയർ പാർട്ടി മുന്നോട്ട് വെക്കുന്ന പൊളിറ്റിക്സിനെ ഡിസ്കസ് ചെയ്യാതെ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾ രൂപപ്പെടുത്തിയ ഫ്രെയിമിനകത്ത് നമ്മൾ ഡിസ്കഷൻ നടത്തിയാൽ എപ്പോഴും അതിനൊരു പരിമിതി ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഞങ്ങളെന്തോ മൂടി വെക്കുന്നു. ഞങ്ങൾ ഉത്തരവാദിയല്ല. നിങ്ങളുടെ രാഷ്ട്രീയം പിന്നെ അതാണെങ്കിൽ എന്തിനാണ് മാനസികമായിട്ട് നിങ്ങളോട് ഐക്യപ്പെടാതെ നിങ്ങളിപ്പോഴും അംഗീകരിക്കാത്ത UDF-മായി സഖ്യം ചേർന്ന് അല്ലെങ്കിൽ ഈ നീക്കുപോക്ക് ഉണ്ടാക്കി മത്സരിക്കേണ്ട ഒരു സാഹചര്യം? പറഞ്ഞല്ലോ, അതായത് നമ്മുടെ ഒരു പൊളിറ്റിക്സ് നമ്മൾ ഉയർത്തുന്ന ഒരു ജനപക്ഷ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ നിൽക്കാനുള്ളതല്ലോ. അത് ജനങ്ങൾക്ക് അനുഭവിക്കണമല്ലോ. ജനങ്ങൾക്ക് അനുഭവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ജനങ്ങൾക്ക് അനുഭവിക്കണമെങ്കിൽ വാർഡ് മെമ്പർമാരുണ്ടാകണം. മറ്റു വെറും ആശയമാണ്. ഈ ആശയത്തെ ജനങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ പവർ പൊളിറ്റിക്സിൽ ഉണ്ടാവണം. അതുണ്ടാവാൻ ഏറ്റവും സുതാര്യവും ഏറ്റവും വൃത്തിയുമുള്ള ഒരു രീതി നീക്കുപോക്ക് എന്ന നിലക്ക് നമ്മൾ സ്വീകരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, അതാത് വാർഡുകളിൽ കേന്ദ്രീകരിച്ചാണ് നമ്മളത് ചെയ്യുന്നത്, അല്ലെങ്കിൽ പഞ്ചായത്തിൽ കേന്ദ്രീകരിച്ചാണ് അത് ചെയ്യുന്നത്.
ജമാഅത്തെ ഉന്നയിക്കുന്ന ആശയം തന്നെയാണ്. ഒരു മതമൗലികവാദപരമാണ് എന്നുള്ളത് കൊണ്ടാണ് RSSനെ പോലെ തന്നെ ജമാഅത്തെ എതിർക്കുന്ന ഒരു പൊതുസമൂഹം കാണുന്നത്. അതുകൊണ്ടുകൂടിയാണ് ഈ കോൺഗ്രസ് പോലെയുള്ള ഒരു മതേതര പാർട്ടിക്ക് സഖ്യം ഉണ്ടായിട്ടും നിങ്ങളുടെ പ്രസ്ഥാനത്തെ അംഗീകരിക്കാൻ തുറന്നു പറയാൻ കഴിയാതെ വരുന്നത്. അപ്പോൾ ആശയം തന്നെയാണ് മൗലികമായിട്ട് പൊതുസമൂഹത്തിന്റെ എതിർപ്പിന് കാരണം. ആ ആശയത്തെ ഇല്ല, വെൽഫെയർ പാർട്ടി ഉയർത്തിയ ആശയം ഞാൻ ഇവിടെ പറഞ്ഞല്ലോ. വെൽഫെയർ പാർട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്തൊരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. അതിന്റെ ലക്ഷ്യങ്ങൾ വളരെ കൃത്യമാണ്. മാത്രമല്ല, ഇന്ത്യയുടെ സാമൂഹ്യ വ്യവസ്ഥയെ തിരുത്തുക എന്ന് തന്നെയാണ് ഞങ്ങളുടെ പൊളിറ്റിക്സ്. അതിനുവേണ്ടി ഞങ്ങൾ എടുക്കുന്നത്, അത് തിരുത്താൻ വേണ്ടി ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വെച്ച ആശയങ്ങളാണ്. അതാണ് സോഷ്യൽ ജസ്റ്റിസ്, ഇക്വാലിറ്റിയും ഫ്രറ്റേണിറ്റിയും. അതാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾ അത് പ്രാക്ടീസ് ചെയ്തിട്ടില്ല. ഇവിടെ നിൽക്കുന്ന സവർണാധിപത്യ മൂല്യങ്ങളിലാണ് അവർ മതേതരത്വവും ജനാധിപത്യവും വ്യാഖ്യാനിച്ചത്. അതേസമയത്ത് നമ്മൾ ഈ സോഷ്യൽ ഓർഡറിന്റെ ഇരകളാക്കപ്പെട്ട ദളിതാദിവാസി പിന്നാക്ക വിഭാഗങ്ങൾ, അതേപോലെ തന്നെ മതന്യൂനപക്ഷങ്ങൾ, അപരവൽക്കരണത്തിന് വിധേയമാക്കപ്പെടുന്ന മതന്യൂനപക്ഷങ്ങൾ, വിവേചനത്തിന് വിധേയമാക്കപ്പെടുന്ന സാമൂഹ്യ വിഭാഗങ്ങൾ, പിന്നെ സാമ്പത്തികമായ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ, മർദ്ദിതർ, ഇവരുടെ പക്ഷത്ത് നിൽക്കുന്ന ഒരു പൊളിറ്റിക്സാണ് ഞങ്ങളുടേത്. ഈ ഒരു പൊളിറ്റിക്സിന് ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല. ഈ ഒരു പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഒരിക്കലും നിഷ്പക്ഷമായ പൊളിറ്റിക്സ് അല്ല ഞങ്ങളുടേത്. ഇന്ത്യയിൽ അസമത്വമുള്ള ഒരു നാട്ടിൽ നിഷ്പക്ഷത എന്ന് പറയുന്ന വാക്കന രാഷ്ട്രീയമാണ്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ പക്ഷം ചേരുന്ന രാഷ്ട്രീയമാണ്. ഈ പക്ഷം ചേരുന്ന രാഷ്ട്രീയമാണ് ഈ രാജ്യത്തിന് മുമ്പിൽ ഞങ്ങൾ വെച്ചത്. 9 വർഷം ഞങ്ങൾ പ്രവർത്തിച്ചല്ലോ. ഞങ്ങൾ പ്രവർത്തനം മുമ്പിലുണ്ടല്ലോ, എല്ലാം ഞങ്ങളുടെ മുമ്പിലുണ്ട്, നിരീക്ഷിക്കാമല്ലോ. യഥാർത്ഥത്തിൽ മാറ്റി നിർത്തുന്നു എന്ന് നിങ്ങൾ പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നമാണ്. അതായത് ഇവിടെ ലോകത്തുടനീളം നിലനിൽക്കുന്ന ഇസ്ലാമോഫോബിയ എന്ന മുസ്ലിം പേടിയുടെ ആ ഒരു വൃത്തത്തിൽ നിന്ന് പുറത്തു കടന്നിട്ടല്ല ഇവിടെ ആളുകൾ മതേതരത്തെ കുറിച്ച് പറയുന്നത്. അവിടെ നിന്ന് ചിന്തിക്കുമ്പോൾ ഹസ്സനും കുഞ്ഞാലിക്കുട്ടിയും പ്രശ്നമാണ് എന്നാണല്ലോ കൊടിയേരി പറയുന്നത്. നേരത്തെ വേറൊരു സാധനം പറഞ്ഞിരുന്നല്ലോ, കുഞ്ഞുമണി അതായത് ഉമ്മൻചാണ്ടിയെ കുറിച്ച്, അതേപോലെ തന്നെ മാണിയും ചേർത്തുകൊണ്ട്, കുഞ്ഞാപ്പ എന്ന് ചേർത്തുകൊണ്ട് നേരത്തെ ഒരു സാധനം ഉണ്ടാക്കിയിരുന്നു. അന്ന് ധ്രുവീകരണം മൈനോറിറ്റിയെ പറ്റ മാറ്റി നിർത്തിക്കൊണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടാക്കിയത് വേറൊന്നാണ്. ഈ ഒരു നരേഷൻ നിർമ്മിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഇതെന്തിനു വേണ്ടിയിട്ടാണ്? അപ്പോൾ ഇവിടെ നിലനിൽക്കുന്ന ആ ഒരു ഇസ്ലാമോഫോബിക്കിനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങൾ കാർട്ടൂൺ നോക്ക്. വെൽഫെയർ പാർട്ടിയെ കുറിച്ച് കാർട്ടൂൺ വരയ്ക്കുന്ന ഒരു കുഴപ്പമില്ല. ഞങ്ങളുടെ ആരുടെയെങ്കിലുമൊക്കെ പടം വെച്ചിട്ട് ഗ്യാസ് സിലിണ്ടർ വെച്ചാണ് വരയ്ക്കുന്നത്, കുഴപ്പമില്ല. തൊപ്പി എന്തിനാ ഉപയോഗിച്ചത്? തോക്ക് എന്തിനാ കണക്ട് ചെയ്തത്? ഇതന്നെയല്ലേ സാമ്രാജ്യ ശക്തികൾ ചെയ്യുന്നത്? ഇതല്ലേ ഫാഷിസം ചെയ്യുന്നത്? ഇത് കേരളത്തിൽ വളരെ മതനിരപേക്ഷമായ ഒരു സാമൂഹ്യ ബോധമുള്ള ഒരു പ്രദേശത്ത് പുരോഗമന പ്രസ്ഥാനമായി സ്വയം സ്ഥാപിക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഒരു മുഖപത്രത്തിൽ ഇങ്ങനെ ഒരു കാർട്ടൂൺ വരുന്നിടത്ത് നിന്നാണ് വെൽഫെയർ പാർട്ടി സംശയിക്കപ്പെടുന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരമുള്ളത്. അപ്പം അത് വളരെ കറക്റ്റാണ്. യഥാർത്ഥത്തിൽ അത് നിങ്ങൾ സംവാദത്തിനെടുക്കുക വേണ്ടത്. ഇല്ലെങ്കിൽ കേരളം എങ്ങോട്ട് പോകും? കേരളം ധ്രുവീകരിക്കപ്പെട്ടാൽ വെസ്റ്റ് ബംഗാൾ എന്താ സംഭവിച്ചത്? കേരളത്തിൽ സംഭവിക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തകർച്ച നമ്മളാരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? ഫാഷിസ കാലത്ത് വിയോജിപ്പുള്ളപ്പോൾ പോലും ഫാഷിസത്തിനെതിരെ മതേതര കൂട്ടായ്മ എന്ന ആശയം ഉയർത്തിപ്പിടിക്കുകയും അതിന് ഈ ദേശീയ തലത്തിൽ വരെ ഓടുകയും ചെയ്ത ആൾക്കാരെ യെച്ചൂരിയെ വരെ കണ്ട് സംസാരിച്ചതാണ്. നിങ്ങൾ ആ കേരളത്തിലോടൊന്ന് പറയും, അവർ സമ്മതിക്കുന്നില്ല. തമിഴ്നാട്ടിൽ അത് രൂപപ്പെട്ടു വന്നു. അതുകൊണ്ട് CPM-നും CPI-ക്കും 4 MP-മാരുണ്ടായി. കേരളത്തിൽ ഉണ്ടാകാത്തത് നമുക്ക് കുഴപ്പമില്ല, 2 ശക്തമുള്ള മുന്നണി. പക്ഷെ ഞങ്ങളൊരു മതേതര കൂട്ടായ്മയെ കുറിച്ച് പറയുമ്പോൾ അത് റിജക്റ്റ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമല്ലല്ലോ. അപ്പോൾ ഇത്തരം ഒരു നേരത്തെ ഉള്ളൊരു ഫ്രെയിമിനകത്ത് നിന്നിട്ടാണ് ഞങ്ങളെ വിശകലനം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ എപ്പോഴും തീവ്രവാദത്തെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഉണ്ട്, ഞാനിത് നേരത്തെ പറഞ്ഞതാണ്. ഞാൻ എൻ്റെ തെളിവും പറഞ്ഞു. കേരളത്തിൽ തന്നെ ഞാൻ പറയുന്നു, VS അച്യുതാനന്ദൻ കേരളം 20 വർഷം കൊണ്ട് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാകും എന്ന സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ ഉപയോഗിക്കുന്നവരാണ്. അത് UP മുഖ്യമന്ത്രിയാണ് ഉപയോഗിക്കുന്നത്. യോഗി ആദിത്യനാഥാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പൗരത്വ പ്രക്ഷോഭം യഥാർത്ഥത്തിൽ പൗരത്വ പ്രക്ഷോഭം ഒരു മതേതര കൂട്ടായ്മയായിട്ട് വികസിച്ചു വന്നതാണ്. അത് 2ാം സ്വാതന്ത്ര്യ സമരമായിട്ട് പുരോഗമിച്ച കാര്യമാണ്. അതിൻ്റെ അകത്ത് മുസ്ലിം തീവ്രവാദം ആരോപിച്ചു ആര്? നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി. അതായത് ഇരകളാക്കപ്പെടുന്ന, പൗരത്വം നിഷേധിക്കപ്പെടുന്ന സാമൂഹ്യ വിഭാഗങ്ങളെ തന്നെ വീണ്ടും ആക്രമിച്ചു. ആരാ ഉപയോഗിച്ചത്? പാർലമെന്റിൽ നരേന്ദ്രമോദിയാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ ഓരോന്ന് എടുത്ത് പരിശോധിച്ചാൽ നമുക്കത് കാണാം. പക്ഷേ മുസ്ലിം സമുദായ സംഘടനകളായിട്ടുള്ള സമസ്ത മുജാഹിദ് സംഘടനകൾ താങ്കൾക്ക് അവർക്കൊക്കെ ഇസ്ലാമോഫോബിയയുടെ ഒരു വിഷയമില്ലല്ലോ. അപ്പൊ അവര് ഉന്നയിക്കുന്നത് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ മതപരിവാദത്തെ എതിർക്കുന്നത് അത് RSSനെ വളർത്തുന്നതാണ് എന്ന് പറയുമ്പോൾ അത് ഇസ്ലാമിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഇതിൽ എതിർപ്പുണ്ട് എന്നുള്ള ഒരു ശക്തമായ സന്ദേശമില്ല. അത് കേവലം രാഷ്ട്രീയം മാത്രമാണോ?
അതെ, അത് ആ ചോദ്യത്തിൻ്റെ ഒക്കെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഞാനത് അറ്റൻഡ് ചെയ്യാതിരിക്കുന്നത് വെൽഫെയർ പാർട്ടിയെ കുറിച്ചാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. വെൽഫെയർ പാർട്ടിയുടെ 9 വർഷത്തെക്കുറിച്ചാണ് ചോദിക്കേണ്ടത്. നമ്മുടെ മുമ്പിൽ നിൽക്കുന്നതാണ്. മറ്റൊരു ചർച്ചയിലേക്ക് പോകുമ്പോൾ എനിക്കതിന് ഉത്തരം പറയേണ്ട ബാധ്യതകളില്ല. മാത്രമല്ല, മതസംഘടനകളോടും മത ആചാര വിഷയങ്ങളോടും ഞങ്ങളുടെ ഒരു കൺസെപ്റ്റ് തന്നെ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് മതസമൂഹങ്ങൾക്കിടയിൽ ഒരു നവോത്ഥാനം ഉണ്ടാകേണ്ട അതിൻ്റെ അകത്ത് തന്നെയാണ്, പുറത്തൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല. കാരണം അതിനൊരു വിശ്വാസവുമായിട്ടൊരു കണക്ഷൻ ഉള്ളതുകൊണ്ട്, കുറച്ച് ഇമോഷണൽ ആയതുകൊണ്ട് അതിൻ്റെ അകത്താണ് ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് തന്നെ മനുഷ്യാവകാശ ലംഘനങ്ങൾ പ്രകടമല്ലാത്ത, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ മതനിരപേക്ഷതക്കും ജനാധിപത്യത്തിനും വിരുദ്ധമല്ലാത്ത അത്തരം അവരുടെ ഇടയിൽ നടക്കുന്ന അവരുടേതായ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്ന ഒരു നിലപാട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പിന്നെ കേരളത്തിലെ മുസ്ലിം സംഘടനകളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അവരെക്കുറിച്ചുള്ള അഭിപ്രായം, അവർ അവരുടേതായ കാര്യങ്ങളും അവരുടെ നയനിലപാടുകളും വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കും. നമുക്കതിനോടൊരു വിയോജിപ്പുമില്ല, നമ്മളതിനെ റെസ്പെക്റ്റ് ചെയ്യുന്നു. പ്രത്യേകിച്ചും അതിന് ഉത്തരവാദപ്പെട്ട ആളുകൾ പറഞ്ഞിട്ടുണ്ട്, പൊളിറ്റിക്സിൽ ഒരു അഭിപ്രായം പറയുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു നിലപാടല്ല. കാരണം അവരത് നാളിതുവരെ പറഞ്ഞിട്ടില്ല, ഞങ്ങളൊരു മതസംഘടനയാണ് എന്നാണ് അവർ പറയാറുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടേതായ നാളിതുവരെയുള്ള എക്സ്പീരിയൻസ്, അതേപോലെ തന്നെ അവരുടെ അനുഭവങ്ങൾ, അവരുടെ വിശ്വാസങ്ങൾ, അവരുടെ കാഴ്ചപ്പാടുകൾ, അതൊക്കെ വെച്ചാണ് അവർ സംസാരിക്കുന്നത്. മുസ്ലിം സംഘടനകളാവുമ്പോൾ അവർക്ക് അവരുടേതായ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും അതേപോലെ തന്നെ അവരുടെ മതത്തെക്കുറിച്ച് തന്നെ വ്യത്യസ്തമായ നിരീക്ഷണങ്ങളുമുണ്ട്. ആ അഭിപ്രായ വ്യത്യാസങ്ങളും അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളും ഒക്കെ ഉള്ള ഡിബേറ്റുകളാണത്. അതിലൊരു പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള ആൾക്ക് വെൽഫെയർ പാർട്ടി എന്ത് ചെയ്യേണ്ട കാര്യമില്ല. അതിനുശേഷം ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറിന്റെ വീട്ടിലേക്ക് വരുന്നത് എം.എം. ഹസനാണ്. പക്ഷേ താങ്കൾ പറഞ്ഞത് ഒരു മതേതര കൂട്ടായ്മ വരുമ്പോൾ KPCC പ്രസിഡന്റ് വരുന്നത് അദ്ദേഹം വെൽഫെയർ പാർട്ടി നേതാക്കളുടെയോ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെയോ അമീറിന്റെയോ വീട്ടിലേക്ക് പോകുന്നില്ല. പ്രതിപക്ഷ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കഴിഞ്ഞ ദിവസം വന്നു, അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രചരണങ്ങളുമായി പോയി, ഇവിടേക്ക് വരുന്നില്ല. അതായത് ഇത് നിങ്ങളുടെ ഒരു സെക്യുലർ സ്വഭാവത്തിലേക്ക് വരണമെങ്കിൽ മറ്റു നേതാക്കളും ഇവരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ വേണ്ടേ? ഇത് കുഞ്ഞാലിക്കുട്ടിയുടെയോ അല്ലെങ്കിൽ എം.എം. ഹസന്റെയും മാത്രം ആവശ്യമായിട്ട് വരുമ്പോൾ അതിനകത്തും നിങ്ങൾ വർഗീയമായി അല്ല. ഇപ്പോഴും നിങ്ങൾ പറയുന്നത് സെക്യുലർ ആണെങ്കിൽ വേറെ ആരോടൊക്കെ സംഭാഷണം നടക്കണമെന്നാണ്. സെക്യുലർ എന്ന് പറയുന്നത് നമ്മുടെ നിലപാടുമായി ബന്ധപ്പെട്ടാണ്. സെക്യുലർ എന്ന് പറയുന്നത് വെൽഫെയർ പാർട്ടിയുടെ ലക്ഷ്യം എന്താ, അവരുടെ വർക്ക് സ്റ്റൈൽ എന്താ, അവരുടെ ആശയം എന്താ. പിന്നെ സംഭവിക്കാറുണ്ട് മതേതരമാണെന്ന് പറയും, പ്രാക്ടീസ് ചെയ്യുന്നത് വേറെ ഒന്നായിരിക്കും. എന്നാൽ പിന്നെ നിങ്ങൾ അത് ചൂണ്ടിക്കാണിക്കണം. നിങ്ങൾ ഈ ആശയങ്ങൾ പറഞ്ഞിട്ട് നിങ്ങളിപ്പോൾ അവിടെ അതാക്കിയതാ എന്ന് പറയണം. ഞങ്ങൾ 9 വർഷം നിങ്ങളുടെ മുമ്പിലുണ്ട്. ഞാൻ പറയുന്നു, ഒരു കൊലപാതക രാഷ്ട്രീയം നിങ്ങൾ ചാനലുകളിൽ ഒരു ഡിബേറ്റ് വെക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളൊരു ക്രിമിനൽ കേസ് പോലും ഇല്ലാത്ത, പ്രവർത്തകരില്ലാത്തൊരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറഞ്ഞ് അതിൽ സംസാരിക്കാൻ പറ്റുന്ന ഏക രാഷ്ട്രീയ പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, ഞങ്ങൾ പറയുന്ന ആശയങ്ങൾ, ഇനി ആശയങ്ങൾ നിങ്ങൾ എന്തോ ഒളിച്ചു കിടത്താന്ന് വിചാരിക്കുന്നത്, ഞങ്ങൾ എന്താ പ്രാക്ടീസ് ചെയ്യുന്നത് നോക്കാലോ. ഇത് അത് നമ്മൾ കമ്പയർ ചെയ്യാലോ. അപ്പോൾ വെൽഫെയർ പാർട്ടിയുടെ ഡിസ്കഷൻ മുസ്ലിമുകളല്ലാത്ത നേതാക്കന്മാരുമായിട്ട് നടക്കുമ്പോഴേ മതേതരമാവുകയുള്ളൂ എന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഫ്രെയിമിൻ്റെ അകത്ത് തന്നെയല്ലേ നിൽക്കുന്നത് ആ ചോദ്യം. അപ്പം അതൊരു പ്രശ്നമാണ്. അങ്ങനെയല്ലല്ലോ നമ്മൾ കാണേണ്ടത്. മതേതരത്വം ജനാധിപത്യം എന്നതിനെ നമ്മൾ യഥാർത്ഥത്തിൽ മതമുക്തമായും നിരീക്ഷിക്കണ്ടേ. അതായത് മതം ഉണ്ടാവുന്നതിന്, മതമുണ്ട്, എല്ലാ ഇന്ത്യൻ മതേതരത്വം പ്രത്യേകിച്ചും എല്ലാ മതങ്ങളെ അക്കോമഡേറ്റ് ചെയ്യുന്നതാണ്. പക്ഷേ ഒരാളുടെ മതം മതേതരത്തിൽ നിന്ന് അയാളെ പുറത്താക്കുന്നതിന് കാരണമാകുന്നതിൻ്റെ ന്യായം എന്താ? അങ്ങനെയൊന്നും ഇല്ലല്ലോ. മതനിരപേക്ഷത എന്ന് പറയുന്ന നമ്മളൊരു ആശയത്തെ നമ്മൾ പ്രതിനിധീകരിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങൾ ചോദിച്ചോ. ഒരു പരിധിവരെ മാധ്യമങ്ങളും ആക്ഷേപം സ്വാഭാവികമായിട്ടുണ്ടായിരുന്നു. അവിടെ ഉയർന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം, അല്ലെങ്കിൽ എല്ലാവരും ഉന്നയിക്കുന്നത്, വെൽഫെയർ പാർട്ടിക്ക് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധമുണ്ട്, മൗദൂദിയുടെ ജനാധിപത്യ വിരുദ്ധ ആശയങ്ങൾ വെൽഫെയർ പാർട്ടി ഉൾക്കൊള്ളുന്നുണ്ട് എന്നൊരു ആരോപണമാണ് CPM പ്രധാനമായും ഉന്നയിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പൊ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരൊറ്റ ചോദ്യം മാത്രമാണ് പ്രസക്തം. ഈ വെൽഫെയർ പാർട്ടി മൗദൂദിയുടെ, ജമാഅത്തെ ഇസ്ലാമിയുടെ സമുന്നതനായ നേതാവ് മൗദൂദിയുടെ ജനാധിപത്യ വിരുദ്ധം അല്ലെങ്കിൽ ഭരണഘടനാ വിരുദ്ധമായ പരാമർശങ്ങളെ, മൗദൂദിയുടെ നിലപാടുകളെ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ? ഒരു ജനാധിപത്യ പാർട്ടി എന്ന നിലയിൽ എന്താണ് നിലപാട്? യഥാർത്ഥത്തിൽ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്നാമത് അദ്ദേഹം പറഞ്ഞ എന്താണെന്നല്ലേ ഞാൻ ഉത്തരം പറയണം. അത് പറയേണ്ട കാര്യമില്ല. വെൽഫെയർ പാർട്ടിയെ കുറിച്ച് പറയാനുള്ളത്, വെൽഫെയർ പാർട്ടി മതനിരപേക്ഷതയിലും ജനാധിപത്യത്തിലും വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. മതേതരത്വത്തെയും ജനാധിപത്യത്തെയും ആര് തള്ളി പറഞ്ഞാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അത് അദ്ദേഹം എന്താണ് പറഞ്ഞതെന്നുള്ളത് ഞാൻ ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യാൻ നിൽക്കാൻ എനിക്ക് പറ്റില്ലല്ലോ. ഞാൻ അദ്ദേഹത്തിന്റെ പ്രതിനിധിയായിട്ട് വന്നാലല്ലോ, ആ പ്രസ്ഥാനത്തിന്റെ പ്രതിനിധിയായിട്ട് വന്നാലല്ല. ഞാൻ വെൽഫെയർ പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് വരുമ്പോൾ എനിക്ക് നിങ്ങളോട് കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന ഒരു പാർട്ടി, വെൽഫെയർ പാർട്ടിയുടെ ഒരു മതേതര ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. രണ്ടാമത് എനിക്ക് പറയാനുള്ളത്, മതനിരപേക്ഷതയും ജനാധിപത്യത്തെയും
ആരാണോ തള്ളി പറയുന്നത് അത് വെൽഫെയർ പാർട്ടിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഈ ചോദ്യം പ്രസക്തമാകുന്നതെന്ന് പറഞ്ഞാൽ ഈ ഘട്ടത്തിൽ ഈ മൗദൂദിയുടെ ആശയങ്ങൾ വെൽഫെയർ ഉൾക്കൊള്ളുന്നു എന്നൊരു ആരോപണം വരുന്നത് കൊണ്ടാണ് ഞാൻ ഉത്തരം പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പൊതുവായിട്ട് ഉത്തരം പറഞ്ഞത്. അത്തരം ആരോപണങ്ങൾക്ക് ഒരു ശരിയുമില്ല. വെൽഫെയർ പാർട്ടി ഇവിടെ 9 വർഷമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ആ ചോദ്യം ഉണ്ടാകുന്നത് ഈ പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന ആരാ നോക്കിയിട്ടാണ്. അവിടെ തന്നെയാണ് നമ്മൾ അടുത്ത ചോദ്യം ഉന്നയിക്കുന്നത്. ഏതൊരു സംഘടനയും മതേതരത്വവും ജനാധിപത്യവും അംഗീകരിച്ച് പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ അറ്റത്ത് തലപ്പത്താരാണ് ഇരിക്കുന്നത്? എൻ്റെ കർത്തൃത്വമാർക്കാണ്. കർത്തൃത്വം വെച്ച് മതേതരത്വം ചോദ്യം ചങ്ങാത്തം വർക്ക് ചെയ്യുന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണല്ലോ കാർഷിക രംഗത്തവരുടെ നിലപാടെന്ന് പറയുന്നത്. അവർ പച്ചക്ക് പറഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു കാര്യമാണല്ലോ. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. യഥാർത്ഥത്തിൽ RSSനോടും ഫാഷിസത്തോടും സമീകരിക്കാൻ പറ്റും. ഞങ്ങൾക്ക് ഞാൻ നേരത്തെ ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രാദേശികമായിട്ട് വെൽഫെയർ പാർട്ടി ആരുമായിട്ടാണോ നീക്കുപോക്ക് നടത്തുന്നത് അവിടെ സൗഹാർദ്ദവും പരസ്പര സഹകരണവും ഉണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങൾക്ക് ഒരു മതേതര പാർട്ടികളെന്ന് സ്വയം വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു മുന്നണിയുടെയും ഒരു പാർട്ടി നേതാക്കന്മാരുടെയും ഒരു സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങളവിടെ ഘടകകക്ഷിയല്ല. ഞങ്ങൾക്ക് അവരുമായിട്ടൊരു ഫൈറ്റ് ആവശ്യമില്ല. ഈ മുൻകൈ എടുത്തതിന് പിന്നിൽ ലീഗിന് കൃത്യമായ രാഷ്ട്രീയമുണ്ടെന്ന് വിലയിരുത്തപ്പെടുന്നു. ഒന്ന്, താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ജനകീയ വിഷയങ്ങളിൽ വെൽഫെയർ പാർട്ടിയും സോളിഡാരിറ്റിയും ഒക്കെ സജീവമായി പല വിഷയങ്ങളും ദേശീയപാത, ഗെയില് ഇതുപോലെയുള്ള പല വിഷയങ്ങളിലും ഇരകൾക്കൊപ്പം എന്ന മുദ്രാവാക്യത്തിൽ ഉണ്ടായിരുന്ന യുവജന വിഭാഗമായാലും പാർട്ടിയുമാണ് ഈ നിങ്ങളുടെ സംഘടനയൊക്കെ തന്നെ. മറ്റൊന്ന് നിങ്ങളുടെ മാധ്യമ സ്വാധീനമാണ്. ഒരു പത്രമായാലും ഒരു ചാനലായാലും ഈ സ്വാധീനവും മുസ്ലിം ലീഗിന്റെ വിമർശകരായി അല്ലെങ്കിൽ അവരുടെ താത്വികമായ വിമർശനവും അവരുടെ തെരുവിൽ അവരുടെ പ്രവർത്തകർക്കൊപ്പം അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരി ചില സമരങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന നിലയിൽ നിങ്ങളെ പുറത്തു നിർത്തിയാൽ ഉണ്ടാകാവുന്ന രാഷ്ട്രീയ അപകടം മനസ്സിലാക്കി നിങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുമായി നീക്കുപോക്ക് ഉണ്ടാക്കിക്കൊണ്ട് ആ ശബ്ദം ഇല്ലാതാക്കാനുള്ള ലീഗിന്റെ ഒരു തന്ത്രമായിട്ടാണ് ഇത് വിലയിരുത്തപ്പെടുന്നത് വഴി. അങ്ങനെ കാണുന്നുണ്ടോ? ഇതുകൊണ്ട് നിങ്ങൾക്ക് പൊളിറ്റിക്കലായിട്ട് ഗുണമുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു? അതായത് വെൽഫെയർ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആരുമായിട്ടെങ്കിലും നീക്കുപോക്കുണ്ടായി എന്ന് വിചാരിച്ച് ഞങ്ങളുടെ പൊളിറ്റിക്സ് എവിടെയെങ്കിലും അടിയറവ് വെക്കുമെന്ന് ആരും വിചാരിക്കേണ്ടതില്ല. ഞങ്ങളുടെ പൊളിറ്റിക്സ് വളരെ കൃത്യതയുള്ളൊരു പൊളിറ്റിക്സാണ്. അത് സ്ഥാപിച്ചെടുക്കാനാണ് ഒരു വെൽഫെയർ പാർട്ടി പ്രവർത്തിച്ചുകൊണ്ട്. അത് എത്ര നൂറ്റാണ്ട് വെയിറ്റ് ചെയ്താലും ആ ഒരു പൊളിറ്റിക്സ് അടിയറവ് വെക്കില്ല. ആ പൊളിറ്റിക്സ് അടിയറവ് വെക്കുകയാണെങ്കിൽ പിന്നെ ഈ രാഷ്ട്രീയ പാർട്ടി ആവശ്യമില്ല. ഇവിടെ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ചേർന്നാൽ മതി, അങ്ങനെയും അധികാരത്തിലൊക്കെ എത്താലും. പക്ഷെ ഞങ്ങളുടെ നിലപാടതല്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആശങ്കയുമില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രവർത്തകരെ കുറിച്ചോ ഞങ്ങളുടെ രാഷ്ട്രീയത്തെക്കുറിച്ചോ അതാരെങ്കിലും ഹൈജാക്ക് ചെയ്യുമെന്നോ ആരുടെ മുമ്പിൽ ഇങ്ങനെ അടിയറ വെക്കേണ്ടി വരുമോ എന്ന് ഞങ്ങൾക്കൊരാശങ്കയില്ല. ഞങ്ങൾ അറിഞ്ഞെടുത്തോളം ഞങ്ങളെക്കുറിച്ച് അത്തരം ആശങ്കകൾ വെച്ചു പുലർത്തുന്ന ആരും മാധ്യമപ്രവർത്തകരുടെ കൂട്ടത്തിലുമില്ല, പൊതുപ്രവർത്തകരുടെ കൂട്ടത്തിലുമില്ല. കാരണം വെൽഫെയർ പാർട്ടിയെ എല്ലാവരും നിരീക്ഷിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് അതിലൊന്നും ഒരു വ്യത്യാസവുമില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മത്സരിക്കാത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മത്സരിക്കാത്ത എത്രയോ സ്ഥലത്ത് CPM ഞങ്ങൾ പിന്തുണച്ചിട്ടില്ലേ എന്ന് വിചാരിച്ച് CPM അധികാരത്തിൽ വന്നിട്ട് ഞങ്ങൾ മിണ്ടാതിരുന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. അതുണ്ടാവില്ല. അങ്ങനത്തെ ഒരു അടിയറവും ഇല്ല. ഈ തെരഞ്ഞെടുപ്പിൽ വേറെ UDFന്റെ കൃത്യമായൊക്കെ ജനകീയ മുന്നണി അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ടൊക്കെ മത്സരിക്കുന്നുണ്ട്. വേറെ ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടി, അതായത് കോൺഗ്രസും ലീഗും അല്ലാതെ വേറെ ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിയുമായി സംസ്ഥാനത്ത് എവിടെയെങ്കിലും വെൽഫെയർ പാർട്ടിക്ക് നീക്കുപോക്കോ ധാരണയോ ഉണ്ടോ? ഇപ്പോൾ നമ്മുടെ ഒരു പോളിസി അനുസരിച്ച് മതേതര സ്വഭാവമുള്ള ആർക്കും നീക്കുപോക്ക് ഉണ്ടാക്കാനുള്ള അനുവാദം താഴെത്തട്ടിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അറിഞ്ഞിടത്തോളം കുറേ സമര സംഘടനകൾ, അതേപോലെ തന്നെ ചില ഗ്രൂപ്പുകൾ, പ്രത്യേകിച്ചും വീക്കർ സെഷൻ എന്ന് വരുന്ന ചില ഗ്രൂപ്പുകൾ ഒക്കെ വെൽഫെയർ പാർട്ടിയുമായിട്ട് പലയിടത്തും നീക്കുപോക്കുകളും സഖ്യങ്ങളും ഉണ്ട്. അതല്ലാത്ത മറ്റ് പൊളിറ്റിക്കൽ പാർട്ടികളുമായിട്ട് നീക്കുപോക്കുകൾ ഉള്ളതായിട്ട് ഇപ്പോൾ താഴെ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല, നമ്മുടെ ധാരണയിലില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുന്നതിന് നമ്മൾ പോളിസി എതിരല്ല. കാരണം നമ്മൾ മതേതര പാർട്ടി ആവണമെന്ന് നമുക്ക് നിർബന്ധമുണ്ട്. കഴിഞ്ഞ തവണ LDF-മായി അല്ലെങ്കിൽ CPM-മായി മുന്നണി അല്ലെങ്കിൽ ധാരണയുണ്ടാക്കി മത്സരിച്ച് ഒരുമിച്ച് കൊടി പിടിച്ച് ആഘോഷിച്ച് വിജയം എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ ഇപ്പോ ആലോചിക്കുമ്പോൾ ആ ബന്ധം വേണ്ടിയിരുന്നില്ല, ഇത്രയും ഇസ്ലാമോഫോബിയ കൊണ്ട് നടക്കുന്നവരുമായി ബന്ധം വേണ്ടിയിരുന്നില്ല എന്നൊരു കുറ്റബോധമുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞല്ലോ, ഞങ്ങൾ അങ്ങനെ ജയിച്ചിട്ടുണ്ടെങ്കിൽ ആ ജയിച്ച വാർഡുകൾ ആ പഞ്ചായത്തിലെ നമ്പർ 1 വാർഡുകളാണ്. ജനങ്ങൾക്ക് അതിൻ്റെ ഉപകാരം കിട്ടി. ആ ഒരു വാർഡ് മോഡൽ വാർഡുകളായി. ഇനി അടുത്തൊരു വാർഡ് വെച്ചാൽ അതും അങ്ങനെ ആക്കാം. ഞങ്ങൾ പഞ്ചായത്ത് ഇലക്ഷനെ കുറിച്ച് ഞങ്ങൾ കൺസെപ്റ്റ് പറഞ്ഞല്ലോ. അപ്പോൾ വേറെ ആരോ നമ്മളെ ആക്രമിക്കുന്നു എന്ന് നമ്മുടെ വിഷയമല്ല. നമ്മളൊരു വാർഡ് മെമ്പർ ഉണ്ടാവുക, ആ വാർഡ് മെമ്പർ ആ വാർഡ് നല്ലൊരു വാർഡാക്കി മാറ്റുക, ജനങ്ങൾക്ക് ഈ പഞ്ചായത്ത് രാജ് മുന്നോട്ട് വെച്ച ആശയത്തെ സത്യസന്ധവും ക്രിയാത്മകവുമായ ഒരു ഭരണ നിർവഹണത്തിലൂടെ
സ്വജനപക്ഷപാതിത്വമില്ലാതെ സാമൂഹ്യ നീതി ഉറപ്പുവരുത്തുന്ന അഴിമതിയില്ലാത്ത ഒരു വാർഡ് അനുഭവിക്കാൻ കഴിയുക എന്നൊരു ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതോടുകൂടി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആ ടാർഗറ്റ് അച്ചീവ് ചെയ്തു. പിന്നെ ആരോ നമ്മൾ ആക്രമിക്കുന്നു അതിലൊന്നും കാര്യമില്ല. കാരണം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം പൊളിറ്റിക്സിൽ പ്രത്യേകിച്ച് CPM-ന്റെ ഒക്കെ ചരിത്രം പരിശോധിച്ചാൽ ഇന്നലെ കൊണ്ടുപോയി അഴിമതി നടത്തി കൊണ്ടുപോയി ജയിലിലിട്ട ആൾക്കാർക്ക് തന്നെയാണ് പിന്നത്തെ ടൈമിൽ അവർ ക്യാബിനറ്റ് പദവി കൊടുക്കുന്നത്. അത്രയേ ഉള്ളൂ. ഈ അത്രയ്ക്ക് അവസരവാദപരമാണത്. ഇന്നലത്തെ അഴിമതിക്കാരൻ ഇന്ന് ഏറ്റവും നല്ല ആളാണ്, ഇന്നലത്തെ തീവ്രവാദി ഇന്ന് മിതവാദി. അത്രയൊക്കെ ഉള്ളൂ. അത്രയൊക്കെയാണ് ഇവിടുത്തെ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടിക്ക് വാല്യൂസ് ഉള്ളൂ ഡിസിഷൻ എടുക്കുന്നത്. അതുകൊണ്ട് അതിൽ നിന്ന് വലിയ കാര്യമുണ്ട് നമ്മൾ കാണുന്നില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ വെറും ഒരു അവസരവാദം അല്ല, അതിനപ്പുറത്ത് ഇവിടെ ഒരു എന്താ പറയാ ഒരു സാമുദായിക ധ്രുവീകരണം സൃഷ്ടിക്കുന്നു എന്നതിനെ കുറിച്ച് ആശങ്കിക്കുന്നത് അത് കേരളത്തെ തകർക്കും എന്നുള്ളതും സംഘപരിവാറിന് ഉപകരിക്കും എന്നുള്ളതും നമ്മൾ പോലും തകരരുത് എന്ന് വിചാരിക്കുന്ന ഒരു ഇടതുപക്ഷ പ്രസ്ഥാനം തകരും എന്നതും അതാണ് നമ്മൾ ഗൗരവത്തിലെടുക്കേണ്ടത്. അതാണ് നിങ്ങളും ഗൗരവത്തിലെടുക്കേണ്ടതെന്നാണ് എനിക്ക് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാറുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം താങ്കൾ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ UDF-ന് ഭൂരിപക്ഷം ഉണ്ടായി, അതിൽ നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടെന്ന്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇടതുപക്ഷത്തിൽ പ്രത്യേകിച്ച് CPM-ലെ ഏതെങ്കിലും നേതാക്കൾ വെൽഫെയർ പാർട്ടി അല്ലെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ടിരുന്നോ? അവരുടെ സഹായമോ നിങ്ങളുടെ സഹായമോ അല്ലെങ്കിൽ പഴയതുപോലെയുള്ള ഐക്യമോ ഏതെങ്കിലും തരത്തിലുള്ള ശ്രമം അവർ നടത്തിയിരുന്നു? അത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു അടഞ്ഞ സമീപനമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. വലിയ സ്റ്റേറ്റ്മെന്റുകളൊക്കെ ആയിട്ട് രംഗത്ത് വന്നു. മുഖ്യമന്ത്രി തന്നെ പേരെടുത്ത് പറയാതെ ആ റിസൾട്ടിന്റെ കാരണത്തെക്കുറിച്ച് വെൽഫെയർ പാർട്ടിയെ കേട്ടാൽ മനസ്സിലാവുന്ന രീതിയിൽ പ്രതികരിച്ചു. പക്ഷെ അതൊരു വിലയിരുത്തലായിട്ട് നമുക്ക് പരിഗണിക്കാവുന്നതാണ്. പക്ഷെ അതിനുശേഷം ആക്രമണം തുടങ്ങിയിട്ടുണ്ട്. ഈ ഇലക്ഷൻ കാലത്തല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുനിസിപ്പാലിറ്റി പഞ്ചായത്തൊക്കെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ഭരണത്തിൽ നിന്ന് ആ ഭരണം വിട്ടെറിഞ്ഞു പോവാതെ അത് പൊളിയാതെ അത് സൗഹൃദത്തിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷന് ശേഷം ഇത്രയും കാലം വെൽഫെയർ പാർട്ടിയെ പൈശാചികവൽക്കരിക്കുന്ന ഒരു നിലപാടുമായിട്ട് LDF മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു സംഭാഷണത്തിന്റെ സാധ്യതകൾ അടഞ്ഞ ഒരു രീതിയാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്. ഈ തിരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലേക്ക് പോകുമ്പോൾ UDF-ഉമായിട്ടാണ് ധാരണ. ആ UDF-നെ നയിക്കുന്ന കോൺഗ്രസിന്റെ PCC അധ്യക്ഷൻ തന്നെ എല്ലാ ദിവസവും തള്ളി പറയുന്ന സാഹചര്യം. ഒന്നുമില്ലെങ്കിൽ അദ്ദേഹത്തെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുള്ള എന്തെങ്കിലും ഒരു ശ്രമം വെൽഫെയർ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ നടക്കുന്നുണ്ടോ? വെൽഫെയർ പാർട്ടിക്ക് യഥാർത്ഥത്തിൽ സൗഹൃദ സംഭാഷണങ്ങൾ ആര് എത്ര എതിർത്താലും പൊളിറ്റിക്കൽ ലീഡേഴ്സ് എന്ന നിലക്ക് ആരുമായിട്ടും സൗഹൃദ സംഭാഷണങ്ങൾ നടക്കും എന്നല്ലാതെ ഇതൊരു വലിയ പ്രശ്നമാക്കി എടുത്ത് ഇതിനെ വേറെ രീതിയിൽ സമീപിക്കുക എന്നൊരു നിലപാട് വെൽഫെയർ പാർട്ടി സ്വീകരിച്ചിട്ടില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ആരെന്ത് സ്റ്റേറ്റ്മെന്റ് നടത്തിയാലും ഒരുപാട് വാർഡുകളിലും പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും പാർട്ടി മത്സരിക്കുന്നുണ്ട്. അതിൽ കുറച്ച് സ്ഥലത്ത് നീക്കുപോക്കുകൾ നടക്കുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കെ അതിനോട് വിരുദ്ധമായ സ്റ്റേറ്റ്മെന്റുകൾ നടത്തുമ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതൊരു അവസരവാദ രാഷ്ട്രീയമായിട്ട് നമ്മൾ കാണുന്നു. ഞാനത് നേരത്തെ പറയുകയും ചെയ്തു. CPM മതവിരുദ്ധ ആരോപിക്കുന്നത് അറിയുന്നത് ഈ പ്രാദേശിക നീക്കുപോക്ക് നടക്കുമ്പോൾ മതേതര സംഘടനകളോട് മാത്രം നീക്കുപോക്ക് മതിയെന്നില്ല. ആണെങ്കിൽ LDF-ഉമായിട്ട് ഇത്തവണ എവിടെയെങ്കിലും അതിന് പ്രാദേശിക നീക്കുപോക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്? അതായത് നമ്മുടെ അറിവനുസരിച്ച് എവിടെയും നടന്നിട്ടില്ല. അറിവനുസരിച്ച് എന്ന് പറയുന്നത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് കേന്ദ്രീകൃതമല്ല. അത് ഓരോ പഞ്ചായത്തിലും പരസ്പര ജയസാധ്യതയും അതേപോലെ തന്നെ അതിന് പറ്റിയ പൊതു സ്വഭാവമുള്ള സ്ഥാനാർത്ഥികളെയൊക്കെ കിട്ടുമ്പോൾ രൂപപ്പെട്ടു വരുന്ന നീക്കുപോക്കുകളും ധാരണകളുമൊക്കെയാണത്. അപ്പോൾ നമ്മുടെ മുമ്പിൽ അങ്ങനെ ഒരു മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ചോദിച്ച CPM-ആയിട്ടോ LDF-ഉമായിട്ടോ അങ്ങനെ ധാരണകളുള്ളതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഞാൻ പറഞ്ഞു നമ്മൾ പോളിസിക്ക് എതിരല്ല, പക്ഷെ അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പോളിസിക്ക് എതിരല്ലാതെയാണ് കാരണം CPM മതവിരുദ്ധത ആരോപിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത്തരമുള്ളവരോട് പ്രാദേശിക നീക്കുപോക്കുണ്ടാക്കുന്നത് പോളിസിക്ക് എതിരല്ല. അതല്ല, അത് അങ്ങനെയല്ല അത് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ നമ്മളൊരു പൊളിറ്റിക്സ് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടുന്ന ഒരു കാര്യം, ഫാഷിസ കാലത്ത് ഫാഷിസത്തിനെതിരെ എടുക്കുന്ന ഒരു നിലപാട് അതിലൊരു കൂട്ടായ്മ. അപ്പോൾ നമ്മുടെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ ഏറ്റുമുട്ടുമ്പോൾ തന്നെ നമ്മൾ ഒന്നിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ തെരഞ്ഞെടുപ്പിലും അങ്ങനെ തന്നെയാണ്. പ്രാദേശികമായ നീക്കുപോക്കുകൾ, അവിടെയുള്ള സൗഹൃദം, സാഹോദര്യം, ഇതൊക്കെയാണ്. ഇത് വളരെ വ്യത്യസ്തമാണ്. കാരണം നമുക്കൊക്കെ തന്നെ ഫീൽഡിൽ അനുഭവപ്പെടുന്നത്, നമ്മൾ ഇതുവരെ മുന്നണിയായിട്ട് മുന്നോട്ട് പോയെടുത്തൊക്കെ അനുഭവപ്പെട്ടത് നമ്മുടെ സംസ്ഥാന നേതാക്കന്മാർ എന്ത് പറഞ്ഞാലും വേണ്ടില്ല, നമ്മൾ തമ്മിലുള്ള സൗഹൃദം നിലനിൽക്കണം എന്ന മനോഭാവത്തോടു കൂടിയാണ് പ്രാദേശിക തലങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ അങ്ങനെയാണ്.
അങ്ങനൊരു പിന്നെ CPM-നോടൊരു ശത്രുത, CPM-ന് വെൽഫെയർ പാർട്ടിയോടൊരു ശത്രുത, അങ്ങനത്തെ സാഹചര്യങ്ങളൊന്നും പാർട്ടികൾക്കിടയിൽ താഴെത്തട്ടിലില്ല. അതേ സമയത്ത് ഈ പൊളിറ്റിക്സ് ഒന്നും ഇല്ലാത്ത പ്രത്യേകിച്ചും സംഘപരിവാർ സ്വാധീന കാലത്ത് സാമുദായിക ധ്രുവീകരണത്തിന് ആ പൊളിറ്റിക്സ് കാരണമാകും എന്നാണ് ഞാൻ പറയുന്നത്. വെൽഫെയർ പാർട്ടിക്ക് മതേതര സ്വഭാവമുള്ള ഏത് പാർട്ടിയായിട്ടും നീക്കുപോക്കിനൊരു തടസ്സമില്ല. അവരുടെ സമീപനങ്ങൾ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നീക്കുപോക്കിനൊരു തടസ്സമില്ല. ഈ പ്രസിഡന്റും അതുപോലെ മുഖ്യമന്ത്രിയുമൊക്കെ നിങ്ങളുടെ പാർട്ടിയെ തള്ളി പറയാനുള്ളത് നിങ്ങളുടെ വിശ്വാസത്തെ ബാധിക്കുന്ന വിഷയമാണ്. അത് സംബന്ധിച്ച് മുൻകൈ എടുത്ത ഒരാളെന്ന് മുസ്ലിം ലീഗിനോടോ അല്ലെങ്കിൽ ലീഗിന്റെ ലീഡേഴ്സിനോടോ ആണെങ്കിലും പാർട്ടി പരാതി പറഞ്ഞു. വെൽഫെയർ പാർട്ടിക്ക് യഥാർത്ഥത്തിൽ അതിനോട് അല്ല പരാതിയുള്ളത്. വെൽഫെയർ പാർട്ടി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയോട് അവിടെ സ്വീകരിക്കുന്ന നിലപാടുകൾ സംസ്ഥാന തലത്തിൽ, നമ്മളിപ്പോൾ നിയമസഭാ ഇലക്ഷനിലുള്ള നീക്കുപോക്കാണെങ്കിൽ തീർച്ചയായിട്ടും അതിനനുസരിച്ചാണല്ലോ സംഭാഷണം നടക്കുക. അതിൻ്റെ ഒരു ആവശ്യമില്ല. ലോക്കൽ കമ്മിറ്റിയിൽ വളരെ സൗഹൃദത്തോടുകൂടി, സൗഹൃദമുള്ളിടത്താണ് നീക്കുപോക്ക് ഉണ്ടാകുന്നത്. നീക്കുപോക്കുള്ളിടത്ത് രണ്ടു കൂട്ടർക്കും അത് ഉപകരിക്കും. രണ്ടു കൂട്ടർക്ക് ഉപകരിക്കുന്നിടത്ത് നീക്കുപോക്ക് ഉണ്ടാകൂ. അതുകൊണ്ടാണ് ഒരുപാട് സ്ഥലത്ത് ഉണ്ടാവാത്തത്. അതുകൊണ്ട് നമ്മൾ ആരോടും പരാതി പറയാനോ പരിഭവത്തിനോ നമുക്ക് പോകുന്നില്ല. അതേ സമയത്ത് നമ്മൾ അതിൽ ഉന്നയിക്കുന്ന രണ്ട് പ്രശ്നങ്ങൾ ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു. ഒന്ന് അവസരവാദ രാഷ്ട്രീയവും, മറ്റൊന്ന് സാമുദായിക ധ്രുവീകരണത്തിന് കാരണമാകുന്ന ഒരു രീതിയും. ഇത് രണ്ടും ഡേഞ്ചറസ് ആണ്. അത് ഞങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നമല്ല, അത് കേരളവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. പൊതുസമൂഹത്തിൽ ഒരു ആശയക്കുഴപ്പമുണ്ട്. താങ്കൾക്ക് അതൊന്ന് വ്യക്തത വരുത്താമോ? ആരുമായിട്ടാണ് UDF വെൽഫെയർ പാർട്ടി ധാരണ ഉണ്ടാക്കിയത്? മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു അദ്ദേഹം അറിയില്ല, മുഖ്യമന്ത്രി പറയുന്നു അങ്ങനെയില്ല എങ്കിൽ ആരുമായിട്ടാണ് UDF ഇന്ന നേതാക്കളുമായിട്ടാണ് വെൽഫെയർ പാർട്ടി ഇന്ന നേതാക്കൾ ചർച്ച നടത്തിയിരുന്നത് പറയാമോ? യഥാർത്ഥത്തില് സംസ്ഥാന തലത്തിൽ അങ്ങനെ ഒരു തീരുമാനം ഇല്ലല്ലോ. സംസ്ഥാന തലത്തിൽ അങ്ങനെ ഒരു തീരുമാനമില്ല. സംസ്ഥാന തലത്തിൽ പിന്നെ തീരുമാനം ഉണ്ടാവേണ്ടത് ഒരു UDF-ന്റെ ഭാഗമാകാനോ ഒക്കെയാണ്. പ്രത്യേകിച്ച് UDF-നെ സംബന്ധിച്ച് കേഡർ സ്വഭാവമുള്ള രാഷ്ട്രീയ പാർട്ടിയുമല്ല, പ്രാദേശിക തലത്തിലാണ് നീക്കുക. യഥാർത്ഥത്തിൽ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ രൂപപ്പെട്ടു വന്ന ഒരു സൗഹൃദാന്തരീക്ഷമുണ്ട് UDF-മായി ബന്ധപ്പെട്ട്. ആ സൗഹൃദാന്തരീക്ഷം വികസിച്ച് വരുമ്പോൾ തന്നെ LDF-ന്റെ ഭാഗത്തുനിന്ന് ഒരു ആക്രമണമുണ്ട്. ഇത് രണ്ടും ചേരുമ്പോൾ സ്വാഭാവികമായും പ്രാദേശിക തലത്തിൽ നിർമ്മിക്കപ്പെട്ടു വന്ന ഒന്നാണ് ഈ നീക്കുപോക്ക് എന്ന് പറയുന്നത്. എന്നാലും ഞങ്ങൾ ഞങ്ങളുടെ അടിസ്ഥാന തത്വം മാറ്റം വരുത്തിയതുമില്ല. പകരം ഞങ്ങൾ ആർക്കുമായിട്ടും നീക്കുപോക്ക് നടത്താം എന്നും പറഞ്ഞു. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സഖ്യത്തെക്കുറിച്ചും അതേപോലെ തന്നെ മുന്നണി പ്രവേശനത്തെക്കുറിച്ചും UDF-ന്റെ നേതാക്കന്മാർ തള്ളിപ്പറയുന്നതിൽ പ്രത്യേകിച്ച് ഞങ്ങൾ പരിതപിക്കേണ്ട കാര്യമില്ല. അങ്ങനെയൊന്നുമില്ലല്ലോ. അതാണ്. അതല്ലാതെ അതിനപ്പുറത്ത് പറയുന്ന കാര്യങ്ങളാണ് പ്രശ്നം. അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞ അവസരവാദം. തീവ്രവാദമൊക്കെ ആരോപിക്കുകയാണെങ്കിൽ അത് അവസരവാദം. യഥാർത്ഥത്തിൽ നിങ്ങൾ വെൽഫെയർ പാർട്ടിയെ കുറിച്ച് സംസാരിച്ചോളൂ. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുമ്പിൽ അങ്ങനെയില്ല. നമ്മൾ ആഗ്രഹിക്കുന്നത് എപ്പോഴും സാമുദായികമായ ധ്രുവീകരണങ്ങൾ ഉണ്ടാവരുത് എന്നുള്ളതാണ്. സാമുദായികമായ ധ്രുവീകരണങ്ങൾ ഉണ്ടാവരുത്. ഒരു മൈനോറിറ്റി ഒരു ഭാഗത്ത്, മറ്റുള്ള ഒരു ഭാഗത്ത് അങ്ങനെ ഉണ്ടാവരുത്. അതേ സന്ദർഭത്തിൽ എല്ലാവരെയും മതേതരമായി സമീപിക്കാൻ പരമ്പരാഗത പാർട്ടികൾക്ക് കഴിയണം. അത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ സംഭവിക്കുക എപ്പോഴും ഇരകളാക്കപ്പെടുന്ന സാമൂഹ്യ വിഭാഗം പല വഴിക്കും ചിന്തിക്കും. അപ്പം അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് കുറച്ചുകൂടി ക്രിയേറ്റീവായ, രചനാത്മകമായ ഫാഷിസ കാലത്തെ രാഷ്ട്രീയ നിലപാടുകൾ രൂപപ്പെടുത്തി എടുക്കുന്നതിൽ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഇനിയും കുറേ ഡിബേറ്റുകൾ നടത്തുകയും അതിൽ വിജയിക്കും വേണം. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് നമ്മുടെ രാജ്യത്ത് മതേതരത്വം നിലനിൽക്കുക. അല്ലെങ്കിൽ എപ്പോഴും ഈ ഇരകളാക്കപ്പെടുന്ന സാമൂഹ്യ വിഭാഗങ്ങളുടെ ചിന്തകളും ആലോചനകളും അവരുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടായിത്തീരും. ഇത് നമുക്ക് നമ്മുടെ ഒരു എന്താ പറയുക, ഒരു സാമൂഹ്യ ശാസ്ത്ര വിശകലനത്തിന് വിധേയമാക്കിയാൽ ബോധ്യപ്പെടാവുന്ന കാര്യമുള്ളൂ. അതിൽ വേറൊരു അപരാധമല്ലാതെ അത് രൂപപ്പെട്ടു വരുന്നതാണ്. അത് ബോധപൂർവ്വം നിർമ്മിച്ചെടുക്കുന്നതല്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് കേരളത്തിൽ അങ്ങനെ ഒരു സാമുദായിക രാഷ്ട്രീയം രൂപപ്പെടുത്തിയെടുക്കാനുള്ള ശ്രമം ഇല്ല എന്നാണ്. കാരണം അത് ബുദ്ധിശൂന്യമാണ്. അതൊരു അവരുടെ പോലും നിലനിൽപ്പിന് ഗുണകരമായ കാര്യമല്ല. പകരം അവരെ കൂടി അക്കോമഡേറ്റ് ചെയ്യുന്ന ഒരു മതേതര പൊളിറ്റിക്സാണ് ഇവിടെ ഉണ്ടാവേണ്ടത്. ആദ്യമായിട്ട് ശക്തമായ മുന്നണിയുടെ സഖ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും തദ്ദേശ സ്ഥാപനങ്ങളൊക്കെ മുന്നണിയുടെ ഭാഗമായിട്ട് വെൽഫെയർ മത്സരിക്കുകയാണ്. അപ്പോൾ അത് രാഷ്ട്രീയമായ ഒരു വളർച്ചയ്ക്ക് ഈ തെരഞ്ഞെടുപ്പ് ഒരു ഇടം, കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഒരു ഇടം തീർച്ചയായും കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഒന്നാമത് ആദ്യമായിട്ടല്ല, പാർട്ടി ഉണ്ടായി 4 വർഷമായപ്പോൾ തന്നെ
CPM ആയിട്ട് നീക്കുപോക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ആദ്യമായിട്ടല്ല. രണ്ടാമത് ഈ ടേമിലും നമ്മൾ അവരായിട്ടും നീക്കുപോക്ക് ഉണ്ടാക്കുന്നതിന് തടസ്സമില്ലാത്ത അന്തരീക്ഷം നിലനിർത്തിക്കൊണ്ട് തന്നെ കുറച്ച് സ്ഥലത്ത് UDF-ഉമായിട്ട് നീക്കുപോക്കുകൾ ഉണ്ടായിട്ടുണ്ട്. ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന നിലക്ക് ഞങ്ങൾ മനസ്സിലാക്കുന്നത്, ഞങ്ങൾ ഉയർത്തുന്ന ആശയത്തെ അധികാരത്തിലൂടെ ജനങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്ന അവസരമുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും പാർട്ടി വളരും, വലുതാവും. അല്ലെങ്കിൽ ഞങ്ങളെയും ആളുകൾ കാണുന്നത് പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടി അനുഭവങ്ങളിലൂടെയാണ്. അതാണ് നമ്മൾ ഒരു വാഗ്ദാനം ചെയ്താൽ വിശ്വസിക്കാൻ പറ്റില്ല. അവരനുഭവം അതാണ്. അപ്പോൾ ആ ഒരു അനുഭവത്തിൽ നിന്ന് വ്യത്യസ്തമായ അനുഭവങ്ങളെ സൃഷ്ടിച്ചെടുത്തുകൊണ്ട് വെൽഫെയർ പാർട്ടിക്ക് വളരാൻ കഴിയും, വളരും എന്നതാണ് ഞങ്ങളുടെ CPM നിലപാടും അവസരവാദമാണ് താങ്കൾ പറഞ്ഞത്. കോൺഗ്രസും KPCC പ്രസിഡന്റും അവസരവാദപരമാണോ അവസരവാദിയാണോ? ഞാൻ അതിന് ഉത്തരം പറഞ്ഞല്ലോ. നേരത്തെ ഇവിടെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വ്യക്തതയോടെ തന്നെ പറഞ്ഞു. അതായത് വെൽഫെയർ പാർട്ടിക്കെതിരെ തീവ്രവാദ ആരോപണം ഉന്നയിക്കുന്നത് ആരായാലും ശരി, അത് കേവലം തെരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ടുള്ള അവസരവാദ രാഷ്ട്രീയമാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ തീവ്രവാദം ഉന്നയിച്ചിട്ടുണ്ടോ? വെൽഫെയർ പാർട്ടിയെ കുറിച്ച് ഉന്നയിച്ചതായിട്ട് അറിയില്ല. സുഹൃത്തുക്കളെ, നമ്മുടെ മീറ്റ് ലീഡറിന്റെ 5ാം സെഷൻ ഇവിടെ സമാപിക്കുകയാണ്. ഇത്രയും സമയം നമ്മളോട് സംവദിച്ച വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലത്തിന് മലപ്പുറം പ്രസ് ക്ലബിന്റെ ഒരു സ്നേഹോപഹാരം സമ്മാനിക്കുന്നതിനായി ജില്ലാ ട്രഷറർ CV രാജീവിനെയും ജില്ലാ ഭാരവാഹിയായ PD ഷിബിയെയും ക്ഷണിക്കുന്നു. വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ഇഞ്ചക്ഷനോ തുന്നലോ വിശ്രമമോ ആവശ്യമില്ലാത്ത അത്യാധുനിക തിമിര ശസ്ത്രക്രിയ, കാട്രാക്ട്, റെറ്റിന, ഗ്ലോക്കോമ തുടങ്ങിയ സമ്പൂർണ്ണ നേത്ര ചികിത്സ IT's കണ്ണാശുപത്രി, കിഴക്കേത്തല, മലപ്പുറം.